രഘുനാഥൻ, ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉൽപാദനത്തിലായാലും മറ്റേതൊരു സൂചകം വെച്ച് നോക്കിയാലും സംസ്ഥാനത്തിന്റെ പെർഫോമൻസ് ഏറ്റവും പ്രധാനപ്പെട്ട 10 സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ വരുന്നുണ്ട്. സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും കേരളം പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ്. അത് നമുക്ക് ഈ ബജറ്റിൽ ഉൾപ്പെടെ കാണാവുന്ന ഒരു സാഹചര്യവും ഉണ്ട്. പക്ഷേ നമ്മളുടെ വരുമാനങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ചെലവിനനുസരിച്ച്, നമ്മളുടെ മൂലധന ചെലവിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല. കിട്ടിക്കൊണ്ടിരുന്ന സഹായം പോലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. അർഹതപ്പെട്ട സഹായം അല്ലെങ്കിൽ അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തിനെതിരെ രാഷ്ട്രീയമായ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ അർത്ഥമുണ്ടോ? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നത് ഞാനും താങ്കളും എല്ലാം ഉൾപ്പെടുന്ന ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതിൽ ഈ സർക്കാരിനൊപ്പം ഇല്ല എന്ന് വരികയാണെങ്കിൽ അത് ജനങ്ങൾക്കൊപ്പം ഇല്ല എന്നതല്ലേ അർത്ഥം വെക്കുന്നത്? ഒരിക്കലും രേണുക, ഈ ഒരു സമരത്തിൽ കോൺഗ്രസ് പോവാത്തത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ എല്ലാ സാമ്പത്തിക നയങ്ങളും ശരിയാണെന്നുള്ള ഈ ഒരു വെളുപ്പിക്കൽ പ്രക്രിയയോട് എനിക്ക് യാതൊരു, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ഐക്യദാർഢ്യവും ഇല്ല. അങ്ങ് നേരത്തെ രേണുക പറഞ്ഞു ഇവിടെ എല്ലാം നല്ലതാണെന്നുള്ളത്. ഇതെല്ലാം നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊരു 1 ലക്ഷം രൂപയുടെ ബില്ലടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല? മന്ത്രി ഇന്നലെ പറഞ്ഞു ട്രഷറിയിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. ട്രഷറിക്കകത്ത് ചെറിയ ബില്ല് 1000 കോടി രൂപയുടെ ബില്ല് മാറാതെ കേരളത്തിലെ കോൺട്രാക്ടർ സർവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇന്നലത്തെ ബഡ്ജറ്റിലൊന്നും വലിയ കാര്യം ചെയ്തെന്ന് ഞാൻ ചോദിക്കട്ടെ, 5 മാസത്തെ പെൻഷനെ കുറിച്ച്, ഒരു 6 മാസത്തെ പെൻഷനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു മന്ത്രി. 6 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാറുണ്ട്. അതെങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ കൊടുക്കും എന്നുള്ള ഒരു വാക്ക് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ കേരളം കാലാകാലമായിട്ടുള്ള ഇപ്പോഴും വാക്ക് പറയുന്ന ഒരു സർക്കാരാണല്ലോ. പക്ഷെ അതിനുള്ള വിഹിതം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ അത് കൊടുക്കണം, കൂടുതൽ ധനസഹായം വേണം, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടത് വേണം എന്നതാണ്. അവിടെ നിന്ന് പിന്തിരിയുന്നില്ല സർക്കാർ എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. രേണുക, എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, പെൻഷൻ കൊടുക്കാൻ ഇവർക്ക് പൈസയില്ല, കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് ഒരു ബഡ്ജറ്റിന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷേ ഇതേ സർക്കാരിന് നവകേരളം പദ്ധതിക്കകത്ത് തിരുവനന്തപുരത്ത് കേരളീയം നടത്താൻ 50 കോടി രൂപ ടെൻഡർ അല്ലാതെ കൊടുക്കാൻ പറ്റിയല്ലോ. ഇഷ്ടമുള്ള ഊരാളുകളൊക്കെയുള്ള കമ്പനികൾക്ക് എല്ലാ കോൺട്രാക്ടറും എല്ലാ ബില്ലും മാറുന്നുണ്ടല്ലോ. അപ്പം അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് പണം കൊടുക്കാനുള്ള എല്ലാ ആഗ്രഹവും നടക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്കുള്ള സാധനം ചെയ്യാനുള്ള പണമില്ല എന്ന് പറയുന്നതിനെ നമ്മൾ എതിർക്കുകയാണ്. ഇനി എനിക്ക് വളരെ പ്രധാനപ്പെട്ട വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ ഒരു വിഷയം ബന്ധപ്പെട്ട്. ഇതിനകത്ത് ആരിഫ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യത്തിന് ഞാൻ പറയുന്നതാണ് 2 കത്തുകളാണ്. ഒന്ന്, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിർമ്മല സീതാരാമൻ അയച്ച ഒരു കത്തിൽ പറയുന്നതിൻ്റെ സംക്ഷിപ്ത രൂപം നോക്കുകയാണ്. കത്തിൻ്റെ ഉണ്ട്, കേരളത്തിൽ ആകെ കൂടെ കിട്ടാനുള്ളത് 4000 കോടിയാണെന്ന് പറയുന്നു. ഇനി ഇവരുടെയൊക്കെ ബുദ്ധിജീവി ശ്രീ തോമസ് ഐസക്, പഴയ മന്ത്രി, അദ്ദേഹം ബഡ്ജറ്റിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആരിഫിൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഐസക് സാറ് നവംബർ 2023 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അയച്ചു തരാം. അതിനകത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം UGC ശമ്പള പരിഷ്കരണം 750, നഗരവികസന ഗ്രാന്റ് 700, ഗ്രാമവികസന ഗ്രാന്റ് 760, ഭക്ഷ്യസുരക്ഷ 700, അങ്ങനെ മൊത്തം 5132 കോടി രൂപയാണ് കിട്ടാനുള്ളതെന്ന് ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ടുള്ള ശ്രീ തോമസ് ഐസക് ഇതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കിട്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക എത്ര, അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആൻസറാണ് 5132 കോടി. നിയമസഭയിൽ നൽകിയ മോദിക്ക് കൊടുത്ത കത്തിനും ശ്രീമതി ചോദ്യ അൻവർ സാദത്ത് ചോദ്യം നമ്പർ 539 മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടി 3000 കോടിയാണ്. അപ്പോൾ ഈ 5000 കോടി 3000 കോടി എന്നുള്ള കണക്കിനോട് കോൺഗ്രസും UDF-ഉം നമ്മൾ കർണാടകത്തിന്റെ 1,80,000 കോടി എന്നത് താങ്കൾക്ക് സംശയമില്ലാത്ത ഫിഗർ ആണോ? അതെ, അതിന് കൃത്യമായ കണക്കുണ്ട്. എന്താ കൃഷ്ണാബൈ ഏതോ ഒരു കുടിവെള്ള പദ്ധതി അടക്കമുള്ള പ്രോജക്റ്റിന് കൊടുക്കാനുള്ള പണം എന്ന് പറയുന്നുണ്ടല്ലോ, അതിനകത്ത് 25,000 കോടി രൂപ. അതോടൊപ്പം തന്നെ GST കണക്കുകൾ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് കേന്ദ്രത്തിൻ്റെ പണം കിട്ടാനുണ്ട്, കേന്ദ്രത്തിൻ്റെ ഞെരുക്കലുണ്ട്. പക്ഷെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാം ഉത്തരവാദി കേരള സർക്കാരാണ്. കിട്ടാനുള്ള പണത്തും ഈ പറഞ്ഞ 6000 കോടി രൂപ കൂടുതൽ കിട്ടാനുണ്ട് എന്നുള്ളത് ശ്രീ തോമസ് ഐസക് കഴിഞ്ഞ മാസം പറഞ്ഞ കാര്യമാണെന്നേ. ഈ തോമസ് ഐസക് പറഞ്ഞ 5000 കോടി എപ്പോഴാണ് ഈ 60,000 കോടിയായത്? എനിക്ക് അത് മാത്രം പറഞ്ഞാൽ മതി. അത് 60,000 ഞാൻ സമ്മതിച്ചു.
പക്ഷെ 5000 കോടിയായിരുന്ന സാധനം ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ശ്രീ മാത്യു കുളനാടൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മറുപടി മന്ത്രി കഴിഞ്ഞില്ല. കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് പോരാടും. ഈ പറയുന്ന ഫിസ്ക്കൽ അഹങ്കാരത്തിനെതിരെ ഉള്ള വലിയ പോരാട്ടമായി ഇന്ത്യ മുന്നണിയും കോൺഗ്രസും പോവുകയാണ്. ശരി ശ്രീ